പാചകത്തിന്റെ രുചിയും വാചകത്തിന്റെ മാധുര്യവും ചേർന്ന് വി ഗാർഡ് പ്രസൻസ് പാചകവും വാചകവും പവേർഡ് ബൈ ഭീമ പഞ്ചക കസ്തൂരി ഓർത്തോ ഹെർബ് മിൽമയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കൈരളി ടിവിയുടെ ഈ വർഷത്തെ ഓണ പ്രോഗ്രാമിൽ നമ്മുടെ ഗസ്റ്റായി എത്തിയിരിക്കുന്നത് നമ്മുടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം വളരെയധികം ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സുന്ദരി കുട്ടിയായ സൗപർണിക സുഭാഷ്. നമസ്കാരം. നമസ്കാരം. മുകളിലേക്ക് പൊക്കിക്കൊണ്ടുപോയതൊന്നും അല്ല. ഞാൻ അങ്ങനെ എല്ലാ ആൾക്കാരുടെ അടുത്തും ഇങ്ങനെ കോംപ്ലിമെന്റ് കൊടുക്കാറില്ല. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ സൗപർണിക എത്ര വർഷം ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, വളർത്തിയൊക്കെ മുരടിച്ചു. സിമ്പിൾ, അതൊക്കെ പറഞ്ഞപ്പോ അങ്ങ് മാറാലോ അല്ലേ? സുന്ദരിക്കുട്ടി ഇപ്പൊ എന്തായാലും ഇന്ന് ഒഴിഞ്ഞിട്ടോ. എന്താ നമുക്ക് വേണ്ടി ഇന്ന് ഉണ്ടാക്കി തരുന്നത്? മാമ്പഴ പുളിശ്ശേരി കഴിച്ചിട്ടുണ്ടോ? പുളിശ്ശേരി കഴിച്ചിട്ടുണ്ട്. മാമ്പഴ പായസം, പിന്നെ അച്ചാറൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു മാമ്പഴ പച്ചടി ഉണ്ടാക്കാം. മാമ്പഴ പച്ചടി. ഓ ശരി. സാധാരണ നമ്മൾ മറ്റേ പാവയ്ക്ക, വെള്ളരിക്ക അല്ലേ, അതൊക്കെയാണ് പച്ചടിയായിട്ട് കണ്ടിട്ടുള്ളത്. ഇത് പഴുത്ത മാങ്ങ വെച്ചിട്ട്, ഇത് പഴുത്ത മാങ്ങ വെച്ചിട്ട് നമ്മൾ പച്ചടി ഉണ്ടാക്കാം. അടിപൊളി. ഇത് വെറൈറ്റി. എല്ലാ പ്രാവശ്യം നമ്മൾ സാമ്പാർ, അവിയൽ, തോരൻ അങ്ങനെയൊക്കെ ഉള്ള സാധാരണ പച്ചടി നമ്മൾ വെള്ളരിക്ക വെച്ചിട്ടൊക്കെയുള്ള പച്ചടിയല്ലേ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു വെറൈറ്റി മാമ്പഴ പച്ചടി. അപ്പൊ നല്ല മധുരമൊക്കെ ഉള്ളതായിരിക്കും. മധുരം, എരിവ്, പുളി എല്ലാം കൂടെ ഉള്ളൊരു തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ പാചകവും വാചകവും എന്നാണല്ലോ ഈ പ്രോഗ്രാമിന്റെ പേര് തന്നെ. അപ്പൊ സൗവർണികയുടെ വാചകങ്ങളാണ് ഞങ്ങൾക്ക് കൂടുതൽ കേൾക്കാൻ ആഗ്രഹം. പാചകവും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമുക്ക് കുറച്ച് ഈ മാമ്പഴം അരിഞ്ഞ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരമുള്ള നല്ല മാങ്ങയാണ്. നല്ല മധുരമുള്ള മാമ്പഴമാണ്. അപ്പോൾ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് സാധാരണ നമ്മൾ പച്ചടിക്കൊക്കെ അരിയത്തില്ലേ, ആ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കുക. അത്ര ഒരുപാട് വെന്തങ്ങനെ പെട്ടെന്ന് അങ്ങ് ആവുമായിരിക്കും അല്ലേ? ഇത് വേഗം വേവും. നമ്മൾ ഒരുപാട് അങ്ങ് ഇതാക്കൊന്നും വേണ്ട. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് പിന്നെ ഉപ്പ് വേണം. ഉപ്പും നമുക്ക് മറ്റേ ഇതിനകത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു എന്തായാലും ചോദിച്ചല്ലേ ഇട്ടേക്കാം. ശരി. നമ്മൾ സാധാരണ ലാസ്റ്റാണ് ഉപ്പ് ഇടാറ്. ഇതും കുറച്ച് ഉപ്പും കൂടി ഇട്ട്, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പച്ചമുളക്, ഒരു പച്ചമുളക് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇടാം. കണ്ടിട്ട് കൊതിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഒരിത്തിരി ശർക്കര, ഇച്ചിരി മധുരം കുറച്ച്. അപ്പോൾ ഇനി ഇൻ കേസ് നമുക്ക് കുറച്ച് പുളിയാണ് കൂടുതൽ നിൽക്കുന്നത് നമ്മുടെ മാമ്പഴത്തിനുണ്ടെങ്കിൽ അതിനൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരിച്ചിരി ശർക്കര ഇടുക. ഇതിപ്പോൾ ലാസ്റ്റ് ആയിരിക്കും ശർക്കര ഇടുന്നത് അല്ല, ഇതിൻ്റെ കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ അത് മധുരമൊക്കെ ഇതിനകത്ത് അങ്ങ് പിടിച്ചോളും. അപ്പോൾ ഇതൊന്ന് മിക്സ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ഇതെന്തായാലും കുക്കായി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അല്ലേ? അപ്പോഴേക്കും നമുക്കൊരു ഓണപ്പാട്ടായാലോ? ഓണപ്പാട്ടോ? സൗപർണിക ഒരു ഓൾറൗണ്ടർ ആണ്. ഡാൻസ്, പാട്ട്, പിന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഇങ്ങനെ ഒരു ഫയർ പോലെ അല്ലേ, തുള്ളി തുള്ളി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പാട്ടാവാം. ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ട് മറ്റേ ഞാൻ പറയില്ല, ഓണം മൂടന്ന്. രണ്ടും സ്വയമായി പാടുമെങ്കിൽ മാത്രം പാടിക്കോ. ഞാൻ പാടിയാ പിന്നെ എന്നെ ഈ പരിപാടിക്ക് വിളിക്കില്ല. മര്യാദക്ക് ആങ്കർ ജീവിച്ചോട്ടെ. ഓണം. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്, തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. എനിക്ക് നിർത്താൻ പറയണമെന്നില്ലായിരുന്നു, പക്ഷെ നിർത്തിയല്ലേ പറ്റും. അല്ല, ഈ പ്ലേ ബാക്ക് സിംഗർ ആയിട്ടുള്ള മേഖലയിലേക്ക് എന്തുകൊണ്ട് താങ്കൾ നോക്കുന്നില്ല? ആക്ച്വലി നമ്മുടെ കൈരളിയിൽ തന്നെ താരോത്സവം നമ്മുടെ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റുകൾ. അതിനകത്ത് ബെസ്റ്റ് ഫീമെയിൽ സിംഗർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു.
പിന്നെ ആൽബംസ് പാടിയിട്ടുണ്ട്. ഓണത്തിന്റെ തന്നെ ആൽബം പാടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? പാട്ട് പഠിച്ചിട്ടില്ല. ഇതിപ്പോ എല്ലാ നന്നായിട്ട് പാടുന്ന ആൾക്കാരോട് ചോദിച്ചാൽ എല്ലാരും പറയും പാട്ട് പഠിച്ചിട്ടില്ല. അല്ല, ആക്ച്വലി അറിയില്ല. സത്യം പഠിച്ചിട്ടില്ല. സത്യമായിട്ട് ഭയങ്കര വലിയൊരു അത്ഭുതമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പാടുന്നത്. ആക്ച്വലി പാട്ട് പഠിച്ചിട്ടില്ല. അങ്ങനെയല്ല. അപ്പം പലർക്കും പല കഴിവുകളാണ്. പക്ഷെ എനിക്ക് എന്നെ കൊണ്ട് ആക്കിയതായിരുന്നു പാട്ട് എന്ന് വെച്ചാൽ നമ്മൾ ജവഹർ ബാലഭവനുണ്ട്, അവിടെ നമ്മുടെ സ്കൂളിലെ ടൈമിൽ വീട്ടിലുള്ള ശല്യം ഒഴിവാക്കാൻ വേണ്ടി അവർ നമ്മളെ കൊണ്ട് 2 മാസത്തേക്ക് പാട്ട് പഠിക്കാനൊക്കെ കൊണ്ടാക്കി. പക്ഷെ ഞങ്ങളിവിടെ കളിക്കാനാണ് കുട്ടിക്കാലം. നമുക്ക് അപ്പോഴേക്കും നമ്മുടെ ഗ്രൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ പോയി പാർക്ക്. ഞാൻ കോട്ടയത്തായിരുന്നു. അപ്പൊ ഞാനും മാമന്റെ മോനും കൂടെ ചേർന്നിട്ടായിരുന്നു പോയെന്ന്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ അവിടെ ഓരോ ഇത് കഴിയുമ്പോഴാണല്ലോ വയലിൻ പഠിക്കുന്നത്, മൃദംഗം, ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, ഭരതനാട്യം, ഇതിനൊക്കെ ഒരു 2 മാസം. പക്ഷെ ക്ലാസ്സിൽ കയറുന്നതിനേക്കാളും ഞങ്ങൾ കഴിഞ്ഞ ഉടനെ പോയിട്ട് അവിടെ പോയിട്ട് കളിക്കുക, പാർക്കിൽ പോയി കളിക്കുക, ആ ഒരു ഇതിലായിരുന്നു ഞങ്ങള്. ഇനി അപ്പൊ സീരിയസ് ആയിട്ട് നോക്കിക്കൂടെ? ഇനി ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ലാത്തതിന്റെ കാര്യം പറയുമ്പോഴാണ് നമുക്ക് സവർണയുടെ ഇപ്പോഴത്തെ വർക്ക്സിനെ കുറിച്ച് ചോദിക്കാനുള്ളത്. സീരിയലൊക്കെ എങ്ങനെ പോകുന്നു? സീരിയൽ ഇപ്പം ചെയ്യുന്നത് ജാനകിയുടെ അഭിയുടെ വീട്, അത് നന്നായി പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഒരു വർക്ക് ഇപ്പൊ തൽക്കാലം ചെയ്യുന്നത്. പിന്നെ ബാക്കി വീട്ടിലെ വിശേഷങ്ങൾ? ബാക്കി വീട്ടിലെ വിശേഷം ഓണമൊക്കെ എപ്പോഴും വീട്ടിൽ തന്നെ നമ്മൾ ആഘോഷിക്കാൻ വീട്ടിൽ വലിയൊരു ഫാമിലിയാണ് അല്ലേ? അവിടെ ചേച്ചി വലിയ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അച്ഛനും അമ്മയും, ഹസ്ബൻഡിന്റെ വീട്ടില് കോഴിക്കോടാണെങ്കിൽ അച്ഛൻ, അമ്മ, പിന്നെ നാത്തൂനെ അറിയായിരിക്കും, ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടാവില്ല, സബിത ചേച്ചിയുടെ ഹസ്ബൻഡ്, അവർ കണ്ണൂരാണ് താമസിക്കുന്നത്. ഞങ്ങള് 4 പേരാണ് വീട്ടിലുള്ളത്. അപ്പോ ഇങ്ങനത്തെ കറികളൊക്കെ ഓണത്തിന് വീട്ടിലുണ്ടാക്കാറുണ്ടോ? ഞാൻ വീട്ടിലാണ് പരീക്ഷിച്ച് നടത്തുക. എല്ലാ വീട്ടില് കുറെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി പരീക്ഷണത്തിൽ വിജയിക്കുന്നതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ എന്റെ ഹസ്ബൻഡിൽ പരീക്ഷിക്കും. നമ്മൾ വിളിക്കേണ്ടിയിരിക്കുന്നു. പുള്ളി അതുകൊണ്ട് ഇപ്പൊ ഡയറ്റിലാണ്. ഉണ്ടാക്കിയതിൽ ഫ്ലോപ്പായി പോയൊരു ഡിഷ് എന്താണ്? ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഫ്ലോപ്പായിട്ടുള്ള ഒരു കാജു ബർഫി. അതൊക്കെ ഉണ്ടാക്കുമല്ലേ? കാജു പിസ്തയുടെ ബർഫി ഉണ്ടാക്കിയിട്ട് കൈ വിട്ടു പോയെന്ന് പറഞ്ഞാൽ അവസാനം ഞാനത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫുഡ് കളറൊക്കെ ആദ്യം ഉണ്ടാക്കി കുറെ സാധനങ്ങൾ നഷ്ടം. എന്നാലും ഉണ്ടാക്കി എന്നുള്ളൊരു സാധനം കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാനത് ഇതാക്കി വിട്ടൊന്നുമില്ല. എനിക്കൊന്ന് ഫോട്ടോ എടുത്ത് എങ്ങനെ കാണണം, എൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ പിന്നെ ഞാൻ ഉണ്ടാക്കി പഠിച്ച് പിന്നെ നമുക്ക് ഒരെണ്ണം ഫ്ലോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്രയും നമ്മളെ മെനക്കെട്ടിട്ട് ഉണ്ടാക്കിയായിരുന്നല്ലോ. പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിട്ടില്ല, താല്പര്യമില്ലായിരുന്നു. വെറുതെ എന്തിനാ. അപ്പോൾ ഇത് ഇങ്ങനെ തിളച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റുള്ളത് കൊണ്ട് തിളയ്ക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലെയിം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ട്. എന്താണ് ഓണത്തിന് ഞാൻ അങ്ങോട്ട് നമ്മുടെ അടുത്ത് എപ്പോഴും ഇങ്ങോട്ട് ആങ്കേഴ്സ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാമല്ലോ, എന്താണ് ഈ പ്രാവശ്യത്തെ ഓണത്തിന് പരിപാടി? ഈ പ്രാവശ്യത്തെ ഓണം എന്താ? ഞാൻ വീട്ടിൽ സദ്യ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. എത്രത്തോളം അത് പോസിബിൾ ആകും എന്നുള്ളത് എനിക്കറിയില്ല. നല്ലതായിട്ട് കുക്കിംഗ് ചെയ്യോ? നല്ലതായിട്ടൊന്നല്ല, അത്യാവശ്യം ചെയ്യും. പക്ഷെ ഇപ്പം കൊച്ചൊക്കെ ഉണ്ടായതിനു ശേഷം ഭയങ്കര മടിയാണ്. വീട്ടിലാരെങ്കിലും ഉണ്ടാവില്ല നോക്കാനല്ലേ? കുക്കിംഗ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് നടക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഒന്നൊരു തിള ഇങ്ങനെ വരുമായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്കായിരുന്നു അല്ലേ? അപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കിടന്ന് തിളക്കണ്ട, കാരണം അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കടിക്കാൻ വേണം, ചെറുതായിട്ട് കടിക്കാനൊക്കെ വേണം. അപ്പോൾ അതിനകത്തൊരു ജ്യൂസും വന്നിട്ടുണ്ട്, ചെറിയ ചെറിയ കഷ്ണങ്ങളും ഉണ്ട്. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് അരച്ചെടുക്കാൻ ടൈം പോവല്ലോ എന്ന് ചോദിച്ചിട്ട് തേങ്ങ, ഒരു മുറി തേങ്ങ, കുറച്ച് ജീരകം, കുറച്ച് പിന്നെ നമ്മുടെ ഒരു 2 പച്ചമുളക്, കുറച്ച് കടുക്, കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് കടുക് അരച്ചെടുക്കുകയാണ്. കടുക് അരച്ചിട്ട് നമ്മൾ സാധാരണ പച്ചടിക്ക് കടുക് അതിനകത്ത് അരയ്ക്കാറുണ്ടല്ലോ. എനിക്ക് മനസ്സിലായി. പിന്നെ തൈരും കൂടെ ചേർത്തിട്ടാണ് ഇത് അരച്ച് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിനൊക്കെ ആഡ് ചെയ്യാം. ഇതിപ്പോ മാംഗോയിൽ ക്രീം ഒഴിച്ച പോലെയാണ് തോന്നുന്നത്. സ്വീറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഇതൊന്ന് തിളച്ച് വരണമല്ലോ, ടൈം എടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് കടുക് വറുത്തങ്ങ് മാറ്റി വെക്കാം.
അതും കൂടെ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ തൈരും എല്ലാം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. ഭയങ്കര സിമ്പിൾ. ഇത് പറയുമ്പോഴത്തേക്കിനും ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കും, പക്ഷെ ഇത് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. മാങ്ങയ്ക്ക് പകരം വേറെ എന്ത് വേണമെങ്കിലും ഇടാലോ അല്ലേ? പച്ചടി ആയല്ലോ അല്ലേ? മാങ്ങയ്ക്ക് പകരം അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ. വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കലുണ്ട്, നോർമൽ വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കലുണ്ട്. വെള്ളരിക്ക, പിന്നെ ഇളവൻ വെച്ചിട്ടുള്ളത്, മറ്റേ കുമ്പളം. അപ്പോ കോട്ടയത്തൊക്കെ അതിന് അങ്ങനെയാണോ പറയണേ? കോട്ടയത്തല്ല, കോഴിക്കോടാണ് ഇളവൻ. ഞാൻ അവിടെ ചെല്ലുമ്പോ പിന്നെ നമ്മുടെ ഈ തണ്ണിമത്തിനൊക്കെ അവിടെ വത്തക്ക വെള്ളം തരട്ടെ. വത്തക്ക വെള്ളമോ? അതെന്ത്? നമ്മുടെ ഭാഷ കുറെ വ്യത്യാസങ്ങളുണ്ടല്ലോ അങ്ങോട്ട് പല കാര്യങ്ങളും. കണ്ണൂര് പോയപ്പോ എന്തൊക്കെയാണ് മാറ്റങ്ങൾ തോന്നിയിട്ടുള്ളത്? എനിക്കൊന്ന് കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ ഭാഷ വ്യത്യാസമുള്ളത്. അവിടെ ഒരു താളമാണ് സംസാരിക്കുന്നത്. അതൊന്ന് സംസാരിച്ചു. എനിക്ക് അത്ര നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ഹസ്ബൻഡ് നന്നായിട്ട് സംസാരിക്കും. ഹസ്ബൻഡ് കണ്ണൂരല്ലോ, ഞങ്ങൾ കോഴിക്കോടല്ലേ. നിങ്ങൾ കോഴിക്കോടാണ് പറയുന്നത്. എന്റെ നാത്തുവല്ലേ കണ്ണൂര്. എന്തെന്നാണിത്? ഇതിപ്പോ കണ്ണൂരായിരുന്നോ കോഴിക്കോടായിരുന്നോ? കോഴിക്കോടാണ് ഉദ്ദേശിച്ചത്. കണ്ണൂരാണോ കോഴിക്കോടാണോ വന്നത് എനിക്ക് മനസ്സിലായില്ല. എന്താണെങ്കിലും നിങ്ങൾ തന്നെ കമന്റ് ചെയ്തോളൂ. അത് കണ്ണൂര് ഓര് പറയുന്നു. ഓരുന്ന് എപ്പോഴും അവരുടെ ഓൻ പറയണ ആരാണ്? ഓന്നൊക്കെ കോഴിക്കോട് പറയലുണ്ട്, പക്ഷെ ഓരുന്ന് ഉള്ളൊരു വേർഡ് കണ്ണൂരുകാരാണ്. ഓര് പറഞ്ഞ് അങ്ങനെ കുറെ ഉണ്ട്. നമ്മുടെ പിന്നെ പെട്ടെന്ന് ഓടിപ്പോ വണ്ടിക്കാള് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? പെട്ടെന്ന് ഓടിപ്പോയി എന്ന് പറയുന്നത്. ഞാൻ ആദ്യം കല്യാണം കഴിഞ്ഞിട്ടൊക്കെ അവിടെ വന്നപ്പോഴേക്കും പല ഉമ്മമാരൊക്കെ വന്നിട്ട് സംസാരിക്കാനൊക്കെ നിൽക്കും. അപ്പോൾ അവരൊന്നും ഇങ്ങനെ പറയുന്നതാണ് ഓളങ്ങ് മണ്ടിക്കാളിങ്. അപ്പൊ ഞാൻ മണ്ടിക്കാളി ഇതെന്താ സംഭവം? ഒരു മനസ്സിലാവുന്നില്ല ഇതെന്താണ് സംഭവം എന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് വെച്ച്, അമ്മ ചെങ്ങന്നൂരുകാരിയാണ്, പക്ഷെ അമ്മ കറക്റ്റ് ഇപ്പൊ കോഴിക്കോടുകാരിയ പോലെയാണ് അവിടുത്തെ. അപ്പോൾ ഞാൻ അമ്മ ചോദിച്ചു, എന്താ അമ്മ മണ്ടി എന്നൊക്കെ വിളിച്ചത്? ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് ചോദിച്ചു. എന്റെ മുന്നേ അവൾ ഓടിപ്പോയി എന്നൊക്കെ പറയുന്നതാണ്. തുറന്നില്ലല്ലോ, പിന്നെ എന്താ എന്നെ എങ്ങനെ വിളിച്ചെന്ന്. എക്സാക്ട്ലി. അപ്പൊ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് കടി വറക്കാം കേട്ടോ. പാചകം അടിച്ച് നിന്ന് നമ്മുടെ പാചകം മറന്നുപോയി ഇതൊക്കെ. അപ്പൊ നമുക്ക് കടുവറ. ഓയിൽ എടുക്കുക. നല്ല വെളിച്ചെണ്ണയാണേ. വെളിച്ചെണ്ണ ഒരു 1 2 കുറച്ചും കൂടെ മതി. ഇത് ഞാൻ ഇവിടെ വെക്കാം. എനിക്കിനി അടുത്തൊരു ആവശ്യം വരും. അത് ഇനിയുണ്ടോ ആവശ്യം? ചെറിയൊരു ആവശ്യം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടാവണം. ചൂടായിട്ട് നമുക്ക് കടുവറക്കാം. കടുവറക്കുന്നത് നമ്മുടെ നോർമൽ സാധനങ്ങളൊക്കെ നോർമൽ തന്നെ. അതിനകത്ത് കുറച്ച് ഇഞ്ചിയും കൂടെ നമ്മൾ ആഡ് ചെയ്യും, ചെറിയൊരു ഫ്ലേവറിന്. എണ്ണ ചൂടായി അപ്പം നമുക്ക് കടുക് ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസിൽ നിൽക്കാം. കടുകിട്ടു. ഇനി നമുക്ക് ചെറിയുള്ളി. ചെറിയുള്ളി കടുക് വറക്കുമ്പോൾ ഉള്ളൊരു മണം. അതെ, അടിപൊളിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ചെറിയുള്ളി എന്ന് പറഞ്ഞിട്ട് ഇഞ്ചി അല്ലേ? കുറച്ച് ഇഞ്ചി, ചെറിയുള്ളി. എന്താന്ന് കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാക്കണമല്ലോ. അതെ അതെ അതെ. ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞത്? കുട്ടിക്കൊന്നുമില്ല. ഓക്കെ, അപ്പൊ ചെറിയുള്ളി ഒരു 2-3 ചെറിയുള്ളി കേട്ടോ. കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു വറ്റൽമുളക് ഒരു 3 എണ്ണം. ഞാനത് കട്ട് ചെയ്തിടാം. കട്ട് ചെയ്തിടുമ്പോൾ ഒരു കാണാനൊരു രസം ഉണ്ടാവും. എനിക്ക് എന്നിട്ട് ഇങ്ങനെ ഇതിനകത്തുനിന്ന് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. അതെയോ? എല്ലാം കടുകിന്റെ മുകളിലെല്ലാം ആയതുകൊണ്ട് പൊട്ടിത്തെറിക്കൊന്നും പേടിക്കണ്ട. നൈസായിട്ട് ഒരു ഐഡിയ. അതെ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ആയി വരട്ടെ. ജസ്റ്റ് ഒന്ന് കടുവറുത്ത് വരട്ടെ. കടുവറ സെറ്റ് ആയിട്ടുണ്ട്. അതെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മുത്ത് വരുമ്പോൾ ഒരു മണം അടിപൊളിയല്ലേ? നല്ല മണമാണ്. അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ. അതെ, സത്യം. കറികൾക്കൊക്കെ ഏറ്റവും ടേസ്റ്റ് വരുന്ന ഈ ഒരു പാട്ടാണ്, സംഭവമാണ്. സൗന്ദര്യയുടെ ഒരു പാട്ട് കൂടെ നമുക്ക് വേണേ. ഇതൊന്നും അവസരം പാട്ട് പാടി നിൽക്കും. നമ്മുടെ എണ്ണ അവിടെ ഒന്ന് കരിഞ്ഞു ഉണങ്ങും എല്ലാം കൂടെ. അപ്പോൾ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. മണം വരുന്നില്ല? നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് എന്താ, നമുക്ക് നീ ഒരു ബൗളിലൊക്കെ ആക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെ തരാം. ഇത്
ഏറ്റവും കൂടുതൽ സദ്യയിൽ കഴിക്കാൻ ഇഷ്ടമുള്ള എന്താണ്? ആക്ച്വലി ഞാൻ ഈ കല്യാണത്തിനൊക്കെ ഇവിടെയുള്ള, അതായത് കോഴിക്കോടൊന്നും അല്ല, ഇവിടെയുള്ള കല്യാണങ്ങൾക്ക് ഞാൻ പ്രധാനമായിട്ട് പോകുന്നത് മൂളിയും പായസം കഴിക്കാനാണ്. അതെനിക്ക് ഒന്ന് തിരുവനന്തപുരത്തുകാരി അല്ലാത്തോണ്ടായിരിക്കും അതിനോട് ഇത്രയും ഇഷ്ടം. അല്ല, അടിപൊളിയാണ് ബോളിയും പായസം. ഞാൻ കൊല്ലംകാരിയാണല്ലോ. ആക്ച്വലി അവിടെയും ഇത് ഇങ്ങനെയുണ്ട്. പക്ഷെ എനിക്കത് പ്രധാനപ്പെട്ട എനിക്ക് ഇഷ്ടം അതാണ്. നമ്മുടെതാ. എന്നാ പിന്നെ ഇന്നൊരു ബോളി ഉണ്ടാക്കി തന്നൂടായിരുന്നോ? അങ്ങനെയാണല്ലേ. നമ്മുടെ പച്ചടി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആക്ച്വലി ചെറുതായിട്ട് സാധാരണ ഞാൻ ഈ നമ്മൾ ഇതിലല്ലേ ഇടുക, അപ്പൊ ജസ്റ്റ് ചെറിയ ഇച്ചിരി ഒരു വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് തൂവും. പക്ഷെ അതിനകത്ത് ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഇച്ചിരി കുറച്ച് മതി. ജസ്റ്റ് ഇതിനകത്ത് ഇങ്ങനെ ഒഴിച്ചു. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ തരട്ടെ? കുട്ടി കഴിക്കുമോ? എനിക്ക് മോശമാണെങ്കിലും നല്ലതാണെന്ന് പറയുന്നത്. ആക്ച്വലി ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടണം. അപ്പം കൊള്ളാമോ? കൊള്ളാം. ഞാൻ ബേസിക്കലി ഒരു പച്ചടി ഫാൻ അല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മധുരം, എരിവ്, ശരിക്കും സൗപർണിക ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മാമ്പഴം ആയതുകൊണ്ട് നല്ല മധുരമായിരിക്കും മുന്നിൽ നിൽക്കുന്നതെന്ന്. അല്ല, പ്രോപ്പർ പച്ചടിയുടെ ടേസ്റ്റ്, നല്ല എരിവും ആ തേങ്ങയുടെ സ്വാദും പച്ചമുളകിൻ്റെ അതും എല്ലാം അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ഈ ഓണത്തിന് എല്ലാവരും വീട്ടില് നമ്മുടെ സദ്യയുടെ കൂടെ മാമ്പഴ പച്ചടി ഉണ്ടാക്കണം. പക്ഷെ നമ്മുടെ പ്രോഗ്രാം ഇതുവരെ തീർന്നിട്ടില്ല. പാട്ട് വിടില്ല. ഞാൻ പറഞ്ഞില്ലേ പാട്ടില്ലാണ്ട് ഇനി വിടില്ല എന്ന്. പിന്നെ മാമ്പഴത്തിന്റെ ആയതുകൊണ്ട് ചെറിയൊരു ഓണപ്പാട്ട് വേണമെന്നില്ലല്ലോ? വേണമെന്നില്ല. സൗപർണിക്ക് ഇഷ്ടമുള്ള പാട്ട്. ഒന്നാങ്കിളി പൊന്നാങ്കിളി വന്നാങ്കിളി മാവിന്മേൽ രണ്ടാങ്കിളി കണ്ടു കൊതി കൊണ്ടു വരവുണ്ടപ്പോൾ മൂന്നാങ്കിളി നാലാങ്കിളി എണ്ണാതതിലേറക്കിൽ അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് കൊത്താൽ കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളിക്കൊത്താ തേൻപഴമേ നിന്നെ കാത്തുവച്ചു. മാമ്പഴം പാട്ട് വേണം പറഞ്ഞ ലിറിക്സ് പറഞ്ഞു പോയതാട്ടോ. പക്ഷെ വീട്ടിലാരെങ്കിലും പാടുവോ? വീട്ടില് അമ്മാമ്മ പാടും. അമ്മാമ്മ സിംഗറാണ്. അപ്പൊ ആ ഒരു ഇതായിരിക്കും എനിക്ക് തോന്നുന്നു. പിന്നെ വല്യച്ഛൻ പാടും. വല്യച്ഛൻ സിംഗറാണ്. ഗ്രൂപ്പൊക്കെ ബ്ലഡിലാണ് അതാണ് പാട്ട് പഠിക്കാത്ത ആൾ ഇത്ര നന്നായിട്ട് പാട്ട് പാടുന്നത്. അങ്ങനെയല്ല, എനിക്ക് പാട്ട് കേട്ട് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഷോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ റിപ്പീറ്റ് കേട്ട് പിന്നെ എഴുതി പഠിക്കും. പക്ഷെ സൗപർണിക പറഞ്ഞ പോലെ എല്ലാവർക്കും അതിനുള്ള കഴിവില്ലല്ലോ. സീരിയസ്ലി അത് ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരു സജഷനാണ് എൻ്റെ, സൗപർണിക പാട്ട് പഠിക്കാൻ പോകണം, എന്നിട്ട് ആ ഒരു മേഖലയിലേക്ക് തിരിയും. അഭിനയവും പാട്ടും എല്ലാം കൂടെ ഒരുമിച്ച് ഓൾറെഡി ഒരു ഓൾറൗണ്ടർ ആണ്. അപ്പൊ പാട്ട് പഠിച്ചാൽ ഇതിനെക്കാട്ടിലും അടിപൊളിയായിട്ട് പാടാൻ പറ്റുമല്ലോ അല്ലേ? അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മുടെ പാചകവും വാചകത്തിലെത്തി നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പുതിയ റെസിപ്പി ഉണ്ടാക്കി തന്നു. ഈ ഓണം എല്ലാ രീതിയിലും ഐശ്വര്യവും ഒരുപാട് സന്തോഷവും എല്ലാം സൗപർണികയ്ക്ക് ഉണ്ടാവട്ടെ. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ്. കാരണം ഞങ്ങളെപ്പോലുള്ള കലാകാരെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തുന്നത് നമ്മുടെ പ്രേക്ഷകരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഈ വർഷവും ഇനിയുള്ള വർഷങ്ങളും എല്ലാം എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഓണം.